തൊട്ടുകൂടായ്മയ്ക്കെതിരെ നടന്ന ഐതിഹാസികമായ ഇന്ത്യയിലെ തന്നെ ആദ്യ സമരമെന്ന് വൈക്കം സത്യാഗ്രഹത്തെ വിശേഷിപ്പിക്കാം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മയിൽ തന്തൈ പെരിയോറുടെ ഓർമ്മയിലാണ് ഇന്ന് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ സ്മാരകത്തോടനുബന്ധിച്ച് ഒരു മ്യൂസിയവും ഒരു ഗ്രന്ഥാലയവും കൂടെ ഒരുക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ നടന്നിട്ടുള്ള ഐതിഹാസികമായ സമരം. ഈ സമരത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മുഴുവൻ ജയിലിലകപ്പെട്ട വേളയിലാണ് തന്തൈ പെരിയോർക്ക് കത്തെഴുതുന്ന സാഹചര്യമുണ്ടായത്. അദ്ദേഹത്തെ കത്തെഴുതിക്കൊണ്ടാണ് ഈ സമരത്തിലേക്ക് ക്ഷണിക്കുന്നത്. കേവലം ഒരു സമരത്തിൽ പങ്കെടുത്ത് മടങ്ങിപ്പോവുക മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ സമരത്തിൻ്റെ ഭാഗമായി മുഴുവൻ സമയവും വൈക്കത്ത് ഉണ്ടാവുകയും ഏകദേശം 6 മാസക്കാലത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം നൽകിയ തന്തൈ പെരിയോറുടെ ഓർമ്മയിലാണ് 8,14,00,000 രൂപ ചെലവിൽ തമിഴ്നാട് സർക്കാർ ഇത്തരത്തിലൊരു സ്മാരകവും മ്യൂസിയവും ഒരുക്കിയിട്ടുള്ളത്. ഇതൊരു നല്ല മുന്നോടിയാണിത്. മറ്റ് മാநிலങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് അങ്ങനെ ഒരു തരണത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏன்னா നമ്മൾ ദ്രാവിഡ മോഡലിൽ ഞങ്ങളുടെ സ്റ്റാലിൻ CM നമ്മൾ പറയുന്ന സമയത്ത് ഇവരൊക്കെ ഇണഞ്ഞ് செயல்படுന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. മറ്റ് സ്റ്റേറ്റുകളും ഒരുമിച്ച് ചേരണമെന്നാണ് ഞങ്ങളുടെ ആശയം കൂടെ.